എല്ലാ കൂട്ടുകാർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും നമ്മൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ ഒരു കുള്ളൻ ക്യാമറയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ ഇവൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഇവൻ്റെ പേരാണ് DJI Pocket 2. ഇവന് ഒരു അനിയനുമുണ്ട്. അനിയൻ്റെ പേര് DJI Pocket, ചേട്ടൻ DJI Pocket 2. DJI Pocketനാണെങ്കിൽ ഏകദേശം വില വരുന്നത് 12,000 രൂപ മുതലാണ്. ഓഫറുള്ള സമയത്ത് ആ റേറ്റിന് കിട്ടും. പോക്കറ്റ് 2വിനാണെങ്കിൽ നമുക്ക് വില വരുന്നത് 29,000 രൂപയാണ്. നല്ല റേറ്റാണ്. ഒരു റോബോട്ടിൻ്റെ തല പോലെയാണ് ഇതിൻ്റെ ക്യാമറ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറ തിരിക്കുന്ന അനുസരിച്ച് തന്നെ ഈ ക്യാമറ നമ്മുടെ കൂടെ തിരിഞ്ഞു വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് വളരെ ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് എങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാലും ആ പ്രൊഡക്റ്റിൻ്റെ ഒപ്പം ഈ ക്യാമറ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് യൂട്യൂബർമാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഓരോ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് നല്ല അടിപൊളി പിക്ചർ ക്ലാരിറ്റിയിൽ ഇനി വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ക്യാമറ മേടിച്ചത്. ഇത്ര നാൾ നമ്മൾ ഫോണിലാണ് വീഡിയോ ഷൂട്ട് ചെയ്തതും എഡിറ്റ് ചെയ്തതും ഒക്കെ. നമ്മൾ ലാപ്ടോപ്പും മറ്റു കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. മൊത്തം മൊബൈൽ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഇനി ഇവനെ ഈ പെട്ടിയിൽ നിന്ന് പുറത്തിറക്കി നോക്കാം. ഇവൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ലഭിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും ഇപ്പം നല്ല പ്ലാസ്റ്റിക്കിൻ്റെ കൂടെ കിട്ട അടിച്ച് കിടന്നുറങ്ങിയായിരുന്നു. ഇതൊരു ചൈന പ്രൊഡക്റ്റാണ്. ഇതിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുകയാണ്. നമ്മളിത് ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ്. അങ്ങനെ നമ്മളിത് പൊളിച്ച് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് നമുക്ക് പെട്ടിയുടെ ഉള്ളിൽ കണ്ടത് ഇവൻ തന്നെയാണ്. നമ്മുടെ DJI പോക്കറ്റിനെ കിട്ടിയിരിക്കുന്നു. അത് നമ്മൾ ആദ്യം ഒന്ന് എടുത്ത് മാറ്റി വെച്ചേക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്നത് ഇതിൻ്റെ കൂടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ മാറ്റി വെച്ചേക്കാണ്. പിന്നെ ഇതിൻ്റെ കുറേ പേപ്പറും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഇംഗ്ലീഷിലും ചൈനീസിലൊക്കെ ഉണ്ട്. നമുക്കിത് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് നേരം പഠനത്തിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങളുടെ സെറ്റപ്പ്. ഇത് നമ്മുടെ മലയാളത്തിൽ കുറേ യൂട്യൂബർമാർ ഈ ക്യാമറ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ നമ്മുടെ മലയാള യൂട്യൂബേഴ്സ് മൊത്തം തന്നെ നമ്മുടെ നമ്മുടെ ക്യാമറയുടെ പേര് പറഞ്ഞത് ഗോപ്രോയാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മളൊരു വെറൈറ്റി ആയിട്ട് DJI Pocket 2 മേടിച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ കിട്ടുന്ന ചെറിയ ചെറിയ ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫോണിൽ ആൻഡ്രോയിഡ് ഫോൺ C-ടൈപ്പ് ഫോണിൽ കണക്ട് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ ഐഫോണിൽ കണക്ട് ചെയ്യാം. അങ്ങനെ കണക്ട് ചെയ്യാൻ പോകത്തിനുള്ള കുറേ കണക്ടറൊക്കെയാണ് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. പിന്നെ നമ്മുടെ ട്രൈപോഡിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു കണക്ടറും കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ക്യാമറ കയ്യിൽ നിന്ന് ചാടിപ്പോണ്ട് കൈ കയറ്റിയിടാൻ പോകത്തിനുള്ള ഒരു വള്ളിയും കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു C-ടൈപ്പ് ചാർജിങ് കേബിൾ കിട്ടുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഫോണിൻ്റെ ഒരു ചാർജറിൽ കുത്തുക, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് പവർ ബാങ്ക് ഉപയോഗിച്ചിട്ട് ഇത് ചാർജ് ചെയ്യാം. ഇതാണ് എൻ്റെ C-ടൈപ്പ് കേബിൾ. ഈ കേബിൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ചാർജ് ചെയ്യുന്നത്. നമുക്ക് പവർ ബാങ്ക് വഴി ചാർജ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈലിൻ്റെ ഫോണിൻ്റെ അഡാപ്റ്ററും ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്ന അഡാപ്റ്റർ. ഇത് C-ടൈപ്പാണ്. C-ടൈപ്പ് ഇപ്പോൾ വരുന്ന ഫോണൊക്കെ C-ടൈപ്പാണ്. അതിൽ കണക്ട് ചെയ്യാൻ സാധിക്കും എന്തായാലും. പിന്നെ നമുക്ക് ആപ്പിളിൻ്റെ ഐഫോണിൽ കണക്ട് ചെയ്യാവുന്ന ഒരു കണക്ടറും ഇതിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ ഫുള്ള് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് ഇതിൻ്റെ ക്യാമറ മുകളിലേക്കും താഴോട്ടും വലത്തോട്ടും ഇടത്തോട്ടൊക്കെ തിരിക്കാൻ സാധിക്കും. ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ട്രൈപോഡിൽ ഇത് കണക്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. പിന്നെ ഇത് നമുക്ക് കയ്യിൽ കയറ്റിയിട്ടിട്ട് സേഫായിട്ടിരിക്കാൻ വേണ്ടി ഒരു വള്ളിയും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്യാമറ എടുത്ത് നോക്കാം. ക്യാമറ വളരെ വെയിറ്റ് കുറവാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഹൈ സ്പീഡ് കിട്ടുന്ന മെമ്മറി കാർഡ് ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഇതിന് ഭയങ്കര ഹീറ്റിംഗ് ആണ്. 4K വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഹീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ കൂടെ ഞാൻ മേടിച്ച് ഉപയോഗിക്കുന്ന മെമ്മറി കാർഡിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് വേണം കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കുറഞ്ഞ മെമ്മറി കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹീറ്റിംഗ് ആണ്. പറയാൻ പറ്റില്ല, നമുക്ക് ആ മാതിരി ഹീറ്റിംഗ് ഉണ്ട്. ഇത് ഓണാക്കി നോക്കാം നമുക്ക്. ഇത് ഓണാക്കുന്നതിൻ്റെ സൈഡിലൊരു ബട്ടണാണ്. ആ ബട്ടണിലേക്ക് ഇത് ഓണാകുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയിലും എല്ലായിടത്തും ഇവരെ ഓരോ പേപ്പറൊക്കെ വെച്ച് മൊത്തം ഒട്ടിച്ച് വെച്ചേക്കാണ്. സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരാണ്ട് വളരെ ഡീസൻ്റായിട്ട് തന്നെ നമുക്ക് ഈ സാധനം കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു കവറും ഇതിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ സാധനം പോക്കറ്റിൽ ഇട്ടുകൊണ്ട് എടുക്കാം. ആ ഒരു കവറിന് നല്ല കട്ടിയുള്ളതുകൊണ്ട് തന്നെ പോക്കറ്റിൽ കിടന്നാലും ഇത് മടങ്ങുമ്പോൾ പൊട്ടാനോ വെള്ളം ഒടിയാനൊക്കെ ചാൻസും കാര്യങ്ങളൊന്നുമില്ല. കാരണം നല്ലൊരു കട്ടിയുള്ള കവർ തന്നെയാണ് കൂടെ ലഭിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലുള്ള പവർ ബട്ടണിലാണ് ഇത് ഓണാക്കുന്നത്. അങ്ങനെ ഓണാക്കുമ്പോൾ തന്നെ ക്യാമറ നമ്മുടെ നേരെ തിരിഞ്ഞു വരുന്നതായിരിക്കും.
പിന്നെ നമുക്ക് ഇതിനകത്ത് ക്യാമറ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും തിരിക്കാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. നമുക്കിതിനകത്ത് ഇതിൻ്റെ വേറെ ഒരു അഡാപ്റ്റർ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാവുന്ന ഓപ്ഷൻസും ഉണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് നമ്മുടെ ട്രൈപോഡിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ ആദ്യം കാണിച്ച ഒരു അഡാപ്റ്ററാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ കാണുന്ന ഒരു അഡാപ്റ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ട്രൈപോഡിൽ ഈ സാധനം കണക്ട് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഏതൊരു സാധാരണ ട്രൈപോഡിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഉപയോഗിക്കുന്ന ട്രൈപോഡിൻ്റെയും ഇതിൻ്റെ എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കയറി നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു ട്രൈപോഡിലും ഈ ഒരു സെറ്റപ്പിലാണ് ഇത് കണക്ട് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ഒരു അഡാപ്റ്റർ നമ്മൾ ട്രൈപോഡിൽ സെറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ക്യാമറ ഒന്ന് ഇറക്കി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ അവിടെ ലോക്കായിട്ടിരുന്നോളും. പിന്നെ ഇവിടുന്ന് ചാടിപ്പോകുന്ന പ്രശ്നമില്ല. നമുക്ക് ഏത് രീതിയിലും ഇത് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഈ ക്യാമറ എപ്പോൾ നമ്മൾ ഓഫാക്കിയാലും ഇത് ക്യാമറയുടെ ലെൻസ് പോറാണ്ട് ഇത് ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ലെൻസ് പോറുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ക്യാമറയെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും എനിക്ക് പറയാൻ അറിയില്ല. കാരണം ഞാനിത് ഉപയോഗിച്ചിട്ട് അങ്ങനെ പരിചയമായിട്ടില്ല. ഞാനിത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു വ്യക്തമായ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും എനിക്കിപ്പോൾ നിലവിൽ അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. എന്തെങ്കിലും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ഓരോ ചെറിയ അറിവും നമുക്ക് ഒരു വലിയ അറിവ് തന്നെയാണ്. ഇതാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ജോയ്സ്റ്റിക്ക്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ക്യാമറ താഴോട്ട് മുകളിലേക്കും സൈഡിലേക്ക് ഇരുവശങ്ങളിലേക്കൊക്കെ തിരിക്കുന്നത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ക്യാമറ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു ജോയ്സ്റ്റിക്ക് തന്നെയാണ് ഇത്. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ജോയ്സ്റ്റിക്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ അതിനനുസരിച്ച് ക്യാമറ തിരിയുന്നതായിരിക്കും. നമുക്ക് ക്യാമറ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് തന്നെയാണ് ഇത്. വളരെ ഈസി ആയിട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഒരു റോബോട്ട് മനുഷ്യൻ്റെ തല തിരിയുന്ന പോലെ തന്നെ തിരിയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് ഇവൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ നമുക്ക് ഈ ക്യാമറ ഈ ജോയ്സ്റ്റിക്കിൻ്റെ സഹായത്തോടാണ് തിരിയുന്നത്. അത് നമുക്ക് ഒന്നുകൂടെ കണ്ടു നോക്കാം. വളരെ ഈസി ആയിട്ട് നമ്മൾ ക്യാമറ എങ്ങനെ പിടിച്ചാലും നമുക്ക് ഏത് രീതിയിലും തിരിക്കാൻ സാധിക്കും. അതാണ് എൻ്റെ പ്രത്യേകത. പിന്നെ ഇത് വളരെ ചെറിയ ക്യാമറ ആയതുകൊണ്ട് നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും ഇത് കയറ്റി കൊണ്ടുപോയി വീഡിയോ എടുക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ നമുക്ക് ഒരു പന്നിയുടെ മാളത്തിലാണെങ്കിൽ മാളത്തിനകത്ത് കുറച്ച് കയറ്റിയിട്ട് പുറത്തേക്കൊക്കെ ഇറക്കാം. അങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു സാധാരണ നമ്മുടെ സി ടൈപ്പ് ഫോണിൽ കണക്ട് ചെയ്യാൻ ഇങ്ങനെ ഒരു അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഐഫോണും കണക്ട് ചെയ്യാനുള്ള അഡാപ്റ്റർ നമുക്ക് ലഭിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ കാണുന്ന അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട് ഐഫോണിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഇതൊക്കെയാണ് ഈ ക്യാമറയുടെ ഒരു പ്രത്യേകത. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പോൾ എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അടിക്കാം. നിങ്ങൾ ഒന്നെങ്കിൽ ലൈക്ക് ഡിസ്ലൈക്ക് ഏതെങ്കിലും ഒന്ന് അടിക്കുക. അപ്പോൾ നമുക്കറിയാൻ സാധിക്കും. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മുടെ ചാനലിൽ വളരെ വെറൈറ്റീസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട്.